ഗുഡ് ഈവനിങ്. മറ്റൊരു പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അത്യാവശ്യം വളരെ നല്ലൊരു റേഞ്ച് നിഫ്റ്റി ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു വോളട്ടൈൽ മാർക്കറ്റ് ആണെന്ന് തന്നെ പറയാം. ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1% റേഞ്ച്. ഒരു ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബൈയിങ് ഉണ്ടെങ്കിലും ടുവേഴ്സ് സെക്കൻഡ് ഹാഫ് നമുക്ക് ആ ഒരു ബൈയിങ്ങോ കാര്യങ്ങളോ കാണാൻ പറ്റിയില്ല. നമുക്ക് നല്ല രീതിക്കുള്ളൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് നമ്മൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് OA ചാർട്ടിലേക്കും കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ സ്റ്റിൽ നമ്മുടെ ഇന്നലത്തെ ആ ഒരു ഓപ്പൺ 25,000 എന്ന് പറയുന്ന ഒരു ഓപ്പൺ ഇൻട്രസ്റ്റ് സ്റ്റിൽ മെയിൻറ്റൈൻഡ് ആണ് ആസ് എക്സ്പെക്റ്റഡ് ഫ്രം OA ഡേറ്റ. ഇന്ന് നമുക്ക് നിഫ്റ്റിയിൽ ആ ഒരു ഗ്യാപ്പ് അപ്പ് ആൻഡ് സെൽ ഓഫ് ആണ് കാണാൻ കഴിഞ്ഞത്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മളിത് മെൻഷൻ ചെയ്തതാണ്. ആ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഗ്യാപ്പ് അപ്പിന് ശേഷം ഒരു സെൽ ഓഫിനാണ് പോസിബിലിറ്റീസ് ഉള്ളതെന്നുള്ളത്. ആൻഡ് നമ്മൾ നിഫ്റ്റി ഒരു ഓവറോൾ വ്യൂ അല്ലെങ്കിൽ ആ ഒരു ഓവറോൾ വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നിലവിൽ ഇന്നത്തെ ദിവസം ആ ഒരു ഹോൾ ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത് പ്രീവിയസ് ഡേയിൻ്റെ അകത്ത് നിന്നിട്ടുള്ളൊരു റേഞ്ചാണ് നിഫ്റ്റി കാണിക്കുന്നത്. നോർമലി ഇങ്ങനത്തെ കേസുകളിൽ ആ ഒരു റേഞ്ച് കുറച്ചും കൂടി ടൈറ്റായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഷോർട്ടറായിട്ട് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ കാണിക്കുകയാണ്, ഇപ്പം കണ്ട ഈ ഒരു ദിവസം ഈ ഒരു ക്യാൻഡിലകത്താണ് ഈ ഒരു ഡേ വന്നേക്കുന്നത്, അതിൻ്റെ അകത്താണ് ഈ ഒരു നെക്സ്റ്റ് ഡേയും വന്നേക്കുന്നത്. സോ മോസ്റ്റ്ലി അങ്ങനത്തെ റേഞ്ചസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കോൺസിക്വൻ്റ്ലി 3 എണ്ണമായിട്ട് അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു, സെക്കൻഡ് ഡേ വീണ്ടും ഈ ഒരു മദർ ക്യാനിലകത്താണ് ഈ ഒരു റേഞ്ച് ക്രിയേറ്റ് ആയിരിക്കുന്നത്, തേർഡ് ഡേ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വീണ്ടും നിഫ്റ്റിയിൽ കൂടുതലാണ്. നമുക്ക് ഇവിടെയും ആ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഓക്കെ, അതായത് നിഫ്റ്റിയിൽ ഒരു മെയിൻ ക്യാൻഡലിൻ്റെ അകത്ത് ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആവുകയാണെങ്കിൽ തേർഡ് ഡേയും ആ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ആവാനുള്ള പോസിബിലിറ്റീസ് എന്താണ് അവിടെ കൂടുതലാണ്. സോ നമുക്ക് നാളെ തന്നെ എന്ത് എക്സ്പെക്ട് ചെയ്യും? ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എക്സ്പെക്ടിങ് ദാറ്റ് ബേസ്ഡ് ഓൺ ഹിസ്റ്ററി ആൻഡ് പാസ്റ്റ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് നിഫ്റ്റിയിൽ മെയിൻലി നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ട് സോണാണ്. 24,671 686 എന്ന് പറയുന്ന ആ ഒരു ലെവൽ. ആൻഡ് പ്രീവിയസ് ഡേ ഹൈ നോക്കുകയാണെങ്കിൽ ഏകദേശം 24,944 എന്ന് പറയുന്ന ലെവലും, അതുപോലെ പ്രീവിയസ് ഡേ ഹൈ അല്ല കറണ്ട് ഡേ ഹൈ ആൻഡ് പ്രീവിയസ് ഡേ 25,000 എന്ന് പറഞ്ഞ ആ ഒരു സൈക്കോളജിക്കൽ ലെവൽ. നമുക്കിതിനെ കുറച്ചും കൂടി ഒരു ലെവൽസ് കുറച്ചും കൂടി സെഗ്രിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ക്ലീൻ ആക്കുകയാണ്. നമ്മൾ ഈ ഒരു ലെവൽ ഇന്ന് മെൻഷൻ ചെയ്തതാണ്, ഈ ഒരു ലെവലും കൂടി. ഓക്കെ, സോ നിഫ്റ്റിയിൽ മോസ്റ്റ്ലി നമുക്ക് നാളത്തെ ഈ ഒരു 2 റേഞ്ചസും ഒരു ലെവലുമാണ് നമുക്ക് നിഫ്റ്റിയിൽ നാളത്തെ ഞാൻ നോക്കുന്ന കുറച്ച് ലെവൽസ് എന്ന് പറയുന്നത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിം ബാങ്ക് നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു റേഞ്ച് ബാങ്ക് നിഫ്റ്റിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഫേസിലാണ് നിലവിൽ ബാങ്ക് നിഫ്റ്റി ഉള്ളത്. ആൻഡ് ഒരു ഹോൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഡബിൾ ടോപ്പിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ഞാൻ ചെക്ക് ചെയ്തില്ല നിഫ്റ്റിയിൽ ആ സാധനം ഉണ്ടോയെന്ന്. ഇല്ല, നിഫ്റ്റിയിൽ ആ ഒരു ഡബിൾ ടോപ്പിലേക്ക് വന്നിട്ടില്ല. ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കവിടെ ആ ഒരു ഡബിൾ ടോപ്പ് ഫോർമേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഡെയിലി ടൈം ഫ്രെയിംസിൽ. ആൻഡ് ബാങ്ക് നിഫ്റ്റി കുറച്ചധികം ദിവസങ്ങളായിട്ട് നല്ല ടൈറ്റ് റേഞ്ച് എന്നല്ല, ഒരു ഭയങ്കര വോളട്ടൈൽ മാർക്കറ്റാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ. ആൻഡ് നമ്മൾ ഇന്നത്തെ ദിവസമാണെങ്കിൽ അറൗണ്ട് 0.36% ഒരു മൈനർ ബൈയിങ് മാത്രമേ ഉള്ളൂ, വളരെ മൈനർ ബൈയിങ്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട്സിനോട് കണക്കാക്കാൻ സാധിക്കുന്നത് 54,440 ആൻഡ് 489 എന്ന് പറയുന്നൊരു റേഞ്ചാണ്. ആൻഡ് അവേർലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു റേഞ്ചായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചാണ്, ഈ ഒരു സോൺ ആൻഡ് കറണ്ട് ഡേ ലോ ആൻഡ് കറണ്ട് ഡേ ഹൈ. സോ ബാങ്ക് നിഫ്റ്റി ഞാൻ നാളത്തേന് ഞാൻ നോക്കുന്ന ലെവൽസ് 55,507 573 ആ ഒരു റേഞ്ചും ആൻഡ് 55,333 കറണ്ട് ഡേ ഹൈ കറണ്ട് ഡേ ലോ ആൻഡ് ഒരു മേജർ സപ്പോർട്ട് സോണാണ്. നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഈ ഒരു സപ്പോർട്ട് സോണും കൂടി നമുക്ക് മാർക്ക് ചെയ്യാവുന്നത് 54,101 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് സോൺ. ആൻഡ് കുറച്ച് സ്റ്റോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നിലവിൽ പോളിസി ബസാറാണ്, PB ഫിൻടെക്. പോളിസി ബസാർ കഴിച്ച ഒരു നല്ലൊരു റേഞ്ച് പോളിസി ബസാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ ഒരു
മേജർ സപ്പോർട്ട് സോണിൽ മാർക്കറ്റ് ആ ഒരു ബ്രേക്കൗട്ടിന് ശേഷം ഒരു റീടെസ്റ്റും കൂടി പോളിസി ബസാർ നമുക്ക് തന്നിട്ടുമുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു റേഞ്ചും നല്ലൊരു സ്ട്രക്ചറുമാണ് നിലവിൽ പോളിസി ബസാറിലുള്ളത്. സോ ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് താഴെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആയിട്ട് നമുക്ക് 1678 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സൈക്കോളജിക്കൽ ലെവലായിട്ട് 1700 നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് അപ്പ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 1759 എന്ന് പറയുന്ന ലെവലിൽ നമുക്ക് പോളിസി ബസാർ അല്ലെങ്കിൽ PB ഫിൻടെക്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് സ്റ്റോക്ക് RVNL ആണ്. RVNL ഞാൻ എടുക്കാൻ കാരണം ഈ ഒരു സപ്പോർട്ട് സോണിൻ്റെതാണ്. ഓക്കെ, ഈ ഒരു സപ്പോർട്ട് സോൺ RVNL നോക്കുകയാണെങ്കിൽ നിലവിലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേഞ്ച് RVNL കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രെൻഡ് ലൈനും RVNL ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു മേജർ സപ്പോർട്ട് സോണിലേക്ക് അപ്രോച്ചിങ് ആണ് RVNL. ആൻഡ് ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ഈ രീതിക്കുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ ഒന്നെങ്കിൽ അപ്പ് സൈഡിലേക്കുള്ള ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ഡൗൺ സൈഡിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് RVNL എക്സ്പെക്ട് ചെയ്യാം. ഇറ്റ്സ് എ മോണോപോളി സ്റ്റോക്ക് അതൊന്ന് വെരിഫൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 385 ലെവൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് സൈക്കോളജിക്കൽ ലെവൽ 400 നമുക്ക് RVNL നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ലെവലുകളാണ്. ആൻഡ് അപ്പ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി ഒരു ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 423യും ഇപ്പോൾ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത് 433 റുപ്പീസുമാണ് RVNL. ആൻഡ് മൂവിങ് ഔട്ട് നെക്സ്റ്റ് സ്റ്റോക്ക് അദാനി ഗ്രീൻ എനർജി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഞാൻ ഈ ലെവൽ എന്തിനാണ് മാർക്ക് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. ഒന്നും കൂടി ഒരു അനാലിസിസിലേക്ക് നോക്കുകയാണെങ്കിൽ അദാനി ഗ്രീനിൽ നിലവിൽ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. 977.84 അത്യാവശ്യം ഒരു വലിയ റേഞ്ചാണത്. ഐ തിങ്ക് ഒരു 5 to 10 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് ഏകദേശം നമ്മുടെ 0.23 വന്നിട്ടില്ല അത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് കൺസിഡർ ചെയ്യാൻ കാര്യം ഈ ഒരു ട്രെൻഡ് ലൈനാണ്. ട്രെൻഡ് ലൈൻ ഇവിടെ മോസ്റ്റ്ലി ഒരു ഇൻഡിസിഷനും അത്യാവശ്യം ഒരു ഫെയിലായ പോലെയാണ് ട്രെൻഡ് ലൈൻ നിലവിലിരിക്കുന്നത്. ഓക്കെ. നമുക്ക് അദാനി ഗ്രീനെ ഒരു റേഞ്ചായിട്ട് നമുക്ക് അദാനി ഗ്രീനെ കൺസിഡർ ചെയ്യാം. ഓക്കെ. അദാനി ഗ്രീനെ മോസ്റ്റ്ലി ഒരു റേഞ്ചായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഡൗൺ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 968ഉം അപ്പ് സൈഡിലേക്കാണെങ്കിൽ ഏകദേശം ഒരു 1018 നമുക്ക് അദാനി ഗ്രീനിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ. LIC നോക്കുകയാണെങ്കിൽ LICയിൽ ഈ ഒരു പാറ്റേൺ ബ്രേക്കൗട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പാറ്റേൺ ആണ്. ആൻഡ് ഓവറോൾ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ഹയർ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബെയറിഷ് തന്നെയാണ് അണ്ടർടോൺ നിലവിലും ബെയറിഷ് ആണ്. ആൻഡ് ഡെയിലി ടൈമിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള റിജക്ഷൻസും കാര്യങ്ങളും നമ്മുടെ ഈ ഒരു മേജർ സോണിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മൾ ഒരിക്കലും ട്രെൻഡിന് എഗനസ്റ്റ് ട്രേഡ് ചെയ്യില്ല. ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഈ ഒരു ബ്രേക്കൗട്ട് മോസ്റ്റ്ലി നമുക്ക് ഒരു ഹൈ പ്രോബബിൾ ട്രേഡ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മേജർ സപ്പോർട്ടായിട്ട് 835 നമുക്ക് നോക്കാവുന്നൊരു സപ്പോർട്ടാണ്. ആൻഡ് ഇത് ഇറ്റ്സ് എ പേഴ്സണൽ അനാലിസിസ്, റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു സെബി രജിസ്റ്റേർഡ് അനാലിസിസ് വെച്ചിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക. ഓക്കെ. സെബി രജിസ്റ്റേർഡ് അനാലിസിസ്, RIA രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ്, ഇവരുടെയൊക്കെ ഒരു അനാലിസിസിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ട്രേഡ് ഡിസിഷൻസ്. ആൻഡ് ഇൻഡിഗോയിൽ നോക്കുകയാണെങ്കിൽ ഇൻഡിഗോൻ്റെ ഓവറോൾ ട്രെൻഡ് വളരെ ബുള്ളിഷാണ്, വളരെ സ്ട്രോങ്ലി ബുള്ളിഷാണത്. നോക്കുകയാണെന്നാണ് ഒരു മേജർ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ലെവൽ എന്ന് പറയുന്നത് സപ്പോർട്ട് ഈ ഒരു ലെവലാണ്. ഏകദേശം 5409ഉം 422 എന്ന് പറയുന്ന ലെവൽ. ഇത് എടുക്കാൻ കാരണം ഇതിൻ്റെ ഈ ഒരു സപ്പോർട്ട് ഏരിയയെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ഈ ഒരു പോയിന്റ് ഓക്കെ, ഈ ഒരു പോയിന്റ് ഡൗൺ സൈഡിലേക്ക് നോക്കുക, നമുക്ക് വളരെ നല്ലൊരു ഡൗൺ സൈഡ് ഫോൾ നമുക്ക് ഇൻഡിഗോയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് ടാർഗറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ടാർഗറ്റ്സ് എന്ന് പറയില്ല, ഒരു സപ്പോർട്ട് ലെവൽസായിട്ട് നമുക്ക് 5300
ഏകദേശം നമുക്ക് 5300 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ആൻഡ് വീണ്ടും നോക്കുകയാണെങ്കിൽ 5200 എന്ന് പറയുന്ന ഒരു ലെവലിൽ നമുക്ക് ഒരു നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ജസ്റ്റ് സൈക്കോളജിക്കൽ ലെവൽസ് മാത്രമാണ് ഈ ഒരു ലെവൽസ്. ഓക്കെ, സോ നമ്മൾ നിഫ്റ്റിയുടെ ഒരു വ്യൂ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിൽ നാളെ നമുക്ക് മോസ്റ്റ്ലി ഈ ഒരു റേഞ്ചിൻ്റെ അകത്ത് തന്നെ നമുക്ക് മാർക്കറ്റ് നിൽക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ബിക്കോസ് നാളെ എക്സ്പയറിങ് കൂടിയാണ്. സോ ഐ എം എക്സ്പെക്ടിങ് ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു കംപ്രഷൻ കൂടി വരുന്ന രീതിക്കാണ് നിലവിൽ നിഫ്റ്റിയുടെ പാസ്റ്റും കറണ്ട് ഡേറ്റയും വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നമുക്ക് നാളെ മോർണിംഗ് നിഫ്റ്റി എങ്ങനെയാണ് തുറക്കുന്നത് അതിനെ ബേസ് ചെയ്താണ് നമുക്ക് നാളെ മാർക്കറ്റോടെ ഓപ്പൺ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്ക് വീണ്ടും നാളെ വൈകിട്ട് വീണ്ടും ഒരു പോസ്റ്റ് മാർക്കറ്റ് സെഷൻ വീണ്ടും കാണാം. താങ്ക് യു.